the name above all other names, the name before which every creation bow down. The name is Jesus Christ. കാൽവരി മലയിൽ നിന്നുയരും യേശുവിൻ രക്ഷാവചനമിതാ, ആദിയും അന്തവുമായൊരു വചനം, രക്ഷാവചനം. പ്രിയ സഹോദരി സഹോദരന്മാർ, ഇന്ന് ദുഃഖശനിയാഴ്ചയാണ്. ദുഃഖവെള്ളിക്കും ഉയർപ്പ് ഞായറിനും ഇടയിലുള്ള വേദനയുടെ ഒരുപാട് മങ്ങിയ മനസ്സുള്ള ഒരു ദിവസം ദുഃഖശനി. യേശുവിൻ്റെ മൃതശരീരം കല്ലറയിൽ അടക്കപ്പെട്ടു. ഗുരുവിനെ അടിക്കുമ്പോൾ ചിതറുവാൻ ഒരുങ്ങി നിന്ന ആട്ടിൻപറ്റം പോലെ ശിഷ്യസമൂഹങ്ങൾ ഓടിയാകുന്നു. ആരുമില്ല. അരിമത്യാക്കാരൻ ജോസഫിൻ്റെ വാടക കല്ലറയിൽ പൂട്ടിവയ്ക്കപ്പെട്ട ഒരു ശരീരം. ഇനി എന്തെന്ന് ആർക്കും ഒരു ചിന്തയുമില്ലാത്തൊരു ദിവസം. അവൻ മരിച്ചു എന്നറിയാം. മരിച്ചത് തിരുലിഖിതങ്ങൾ പ്രകാരമാണ്. അത് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടുമാണ്. ഇത് എല്ലാവർക്കും അറിയാം. തിരുലിഖിത പ്രകാരം അവൻ മരിച്ചു. കാരണം യേശുവിൽ സംഭവിച്ചതെല്ലാം തിരുലിഖിതങ്ങളുടെ പൂർത്തീകരണമാണ്. അതല്ലേ എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടന്ന് ബൈബിളിൽ പറഞ്ഞതെല്ലാം, പഴയ നിയമത്തിൽ പറഞ്ഞതെല്ലാം തന്നെക്കുറിച്ചാണെന്ന് ആദ്യമായിട്ടിത് വ്യക്തമാക്കി കൊടുത്തതും ക്രിസ്തു തന്നെയാണ്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും ഗ്രന്ഥങ്ങളും പറഞ്ഞതെല്ലാം തന്നെക്കുറിച്ച് തന്നെയാണെന്ന് അവൻ തന്നെയാണ് വ്യാഖ്യാനിച്ചതും ആദ്യമായി പഠിപ്പിച്ചതും. അപ്പോൾ അങ്ങനെയുള്ള ആ ക്രിസ്തു, കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആ ക്രിസ്തു, ശിഷ്യസമൂഹത്തിന് ഇനി എന്ത് എന്നൊരു ചോദ്യം, ഒരു മൂകത, ഒരു മരവിപ്പ്, ഒരു അന്ധകാരം മനസ്സിനെ വ്യസിക്കുന്ന ദിവസമാണല്ലോ ദുഃഖശനിയാഴ്ച. ഇത് ഒരു 3-ാം ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ രംഗം കൂടിയാണ്. ബൈബിളിൽ നമുക്കറിയാം 3 വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 നാൾ കിടന്നു. മോശ സീനായി മല കയറിയതിൻ്റെ 3-ാം ദിവസം ദൈവപ്രമാണങ്ങൾ കിട്ടിത്തുടങ്ങി. ദേവാലയം തകർത്താൽ 3-ാം ദിവസം ഞാനിത് ഉദ്ധരിക്കുമെന്ന് ക്രിസ്തു വാഗ്ദാനം ചെയ്തു. കാനായിൽ 3-ാം ദിവസം ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ കൂടെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 ശിഷ്യന്മാർ അവൻ്റെ കൂടെ നടന്നു. തന്നെയുമല്ല, യേശുവിൻ്റെ ജീവിതത്തിൽ 3ൻ്റെ ഒരു മഴവില്ല് ഉയർന്നു നിൽപ്പുണ്ട്. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ യോസേപ്പും മറിയവും യേശുവിനെയും കൊണ്ടുപോയി. അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ അവനെ 3 നാൾ കണ്ടില്ല എന്നാണ് പറയുക. ദേവാലയത്തിൽ നിന്ന് നടന്നു പോകുന്ന ദിവസത്തിൻ്റെ സന്ധ്യയായപ്പോൾ അവനെ കണ്ടില്ല. 2-ാം ദിവസം അവനെ തിരിച്ച് അന്വേഷിച്ച് നടക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ ദേവാലയത്തിലെത്തുന്നു. 3-ാം ദിവസം ദേവാലയത്തിൽ പ്രവേശിച്ച് അവനെ കാണുന്നു. അപ്പോൾ 12-ാം വയസ്സിൽ അവനെ 3 ദിവസം കാണാതെ പോയെങ്കിൽ അവിടെ നിന്ന് ഒരു 3ൻ്റെ മഴവില്ല് യേശുവിൻ്റെ ജീവിത അവസാനത്തിലേക്കുമുണ്ട്. 12-ാം വയസ്സിൽ 3 നാൾ കാണാതെ പോയവനെ അവസാനം 3 നാൾ കണ്ടില്ല. ദുഃഖവെള്ളി മുതൽ ദുഃഖശനി ഉയർപ്പ് വരെ ആ 3-ാം നാളിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രധാന ദിവസം ദുഃഖശനിയാഴ്ച. അവിടെ ആ ദിവസം വിശ്വാസത്തിൻ്റെ ഒരൊറ്റയാളേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ ദുഃഖശനിയാഴ്ച. എല്ലാവരും പോയി. മറിയം മാത്രമുണ്ട് ദുഃഖശനിയാഴ്ച മാറാത്ത വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായി നിലനിൽക്കുന്നു. ശനിയാഴ്ചകളിൽ മാതാവിൻ്റെ ദിവസമായും നൊവേനയൊക്കെ ചൊല്ലുന്ന ദിവസമായിട്ടും സഭയിൽ ഈ ശനിയാഴ്ച വരാനും ഒരു പ്രധാന കാരണമുണ്ട്. ആ ശനിയാഴ്ച, ദുഃഖശനിയാഴ്ച, പരിശുദ്ധ അമ്മ മാത്രമേ വിശ്വസിക്കുന്ന വ്യക്തിയായി സഭയിലുള്ളൂ. ശിഷ്യന്മാരോടിപ്പോയി, എല്ലാവരും പോയി. പിറ്റേ ദിവസം രാവിലെ സുഗന്ധക്കൂട്ടുകളുമായി മറിയം മഗ്ദലന കല്ലറയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ അന്വേഷിക്കുന്ന ഒരവസരമുണ്ട്. എല്ലാവരും കല്ലറയ്ക്കൽ പോയി. പക്ഷേ ഏറ്റവും ആദ്യം പോകേണ്ടത് ആരാ? മോനെ നൊന്ത് പ്രസവിച്ച അമ്മ. പക്ഷേ മറിയം മാത്രം അതിരാവിലെ എഴുന്നേറ്റ് ശനിയാഴ്ച കല്ലറയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല.
അമ്മയ്ക്കറിയാം ലോകത്തിലെ ഒരു ശക്തിക്കും യേശുവിനെ ഒരു കല്ലറയിൽ ഒതുക്കാൻ പറ്റില്ല. ഒരു കല്ലറയ്ക്കുള്ളിൽ അവനെ അടക്കം ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്താണ് തൻ്റെ മകൻ ക്രിസ്തു എന്ന് മറിയത്തിനറിയാം. എല്ലാവരും വിശ്വാസം മങ്ങിയിട്ടും അമ്മ മങ്ങാത്ത വിശ്വാസത്തോടെ, പതറാത്ത വിശ്വാസത്തോടെ പ്രാർത്ഥനാ നിരതയായി കാത്തിരുന്ന ദുഃഖശനിയാഴ്ച. അവിടെ എല്ലാം മങ്ങിയൊരു ദിവസം. അതുകൊണ്ടാണ് ആഗോള സഭയിൽ ദുഃഖശനിയാഴ്ചയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ മാമോദീസായുടെ നവീകരണം നടക്കുക. പുത്തൻതിരിയും വെള്ളമൊക്കെ വെഞ്ചരിക്കുന്നു. മാമോദീസായുടെ നവീകരണം, മാമോദീസായിൽ എടുക്കുന്ന വാഗ്ദാന നവീകരണം ഒന്നുകൂടി ആവർത്തിക്കുന്നത് ഈ ദുഃഖശനിയാഴ്ചയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ശനിയാഴ്ചത്തെ വിജിൽ മാസ് എന്ന് പറയുന്ന ആ കുർബാനയിലാണ് മാമോദീസ നടക്കുക. ഓരോ വർഷവും ഏറ്റവും കൂടുതൽ മാമോദീസ നടക്കുന്നത് കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലും ആഫ്രിക്കയിലുമൊക്കെ. കഴിഞ്ഞ ദുഃഖശനിയാഴ്ച തന്നെ 54,400 മാമോദീസ എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഈ ദുഃഖശനിയാഴ്ച മാമോദീസ സ്വീകരിച്ച് അനേകർ സഭയിലേക്ക് വരുന്നതും സഭയിലേക്ക് സ്വീകരിക്കുന്നതും? ഏറ്റവും മങ്ങിയ വിശ്വാസമുള്ള ദിവസം, പ്രതീക്ഷകൾ അസ്തമിച്ച് നിൽക്കുന്ന ദിവസം, ഒന്നിനെക്കുറിച്ചും അധികം പ്രതീക്ഷ വെക്കാനില്ലാത്തൊരു ദിവസം. ആ ദിവസമാണ് പ്രതീക്ഷയോടുകൂടി മാമോദീസ സ്വീകരിക്കുന്നതും ഏറ്റവും മങ്ങിയ വിശ്വാസ ദിവസം തിളങ്ങിയ ചൈതന്യത്തോടു കൂടി മാമോദീസ സ്വീകരിച്ചുകൊണ്ട് സഭയിലെ അംഗങ്ങളായി ആൾക്കാരെ ചേർക്കുന്നതും ഈ ദിവസമാണ്. ഒന്നും വ്യക്തമല്ലാത്ത ദിവസം. അപ്പം അത് ഒരു മങ്ങിയ വിശ്വാസത്തിൻ്റെ ദിവസത്തിൽ മാമോദീസ സ്വീകരിച്ചുകൊണ്ട് ഒരു വലിയ സൂചന, ഒരു വ്യക്തതയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു സൂചനയും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അപ്പം എല്ലാവരും തന്നെ ദുഃഖശനിയാഴ്ച ആഗോള സഭയിൽ, പുത്തനാട് സഭയിൽ ചേരുന്നവർ മാമോദീസ സ്വീകരിക്കുന്ന ദിവസമാണ്. എങ്കിൽ ഈ ദുഃഖശനിയാഴ്ച ക്രിസ്തുവിൻ്റെ മൃതശരീരം കല്ലറയിൽ അടക്കപ്പെട്ട് കിടക്കുന്ന, പ്രതീക്ഷയ്ക്ക് ഒരുപാട് വകുപ്പുകളൊന്നുമില്ലാത്ത ഈ ദുഃഖശനിയാഴ്ച ഒരിക്കൽ നമ്മൾ സ്വീകരിച്ച മാമോദീസായെക്കുറിച്ച് കൂടി നാം ഒന്ന് ചിന്തിക്കണം. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഒരു സഹനത്തിൻ്റെ സ്നാനം, ഒരു ത്യാഗത്തിൻ്റെ മാമോദീസ. അങ്ങനെയുള്ള മാമോദീസ മുങ്ങിയ ആ കർത്താവിനോട് ചേർന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ അവനോടുകൂടി സംസ്കരിക്കപ്പെടുകയാണ് മാമോദീസയിലാണ് നമ്മൾ. മാമോദീസ തൊട്ടിയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അവനോടൊപ്പം നമ്മളും കല്ലറയിൽ നിന്ന് ഉയർക്കപ്പെടുകയാണ്. അപ്പോൾ അവനോടുകൂടി സംസ്കരിക്കപ്പെട്ടവർ അവനോടുകൂടി ഉയർക്കുമെന്ന് മാമോദീസ നമ്മളെ പഠിപ്പിക്കുന്നു. എങ്കിൽ എന്താണ് നമ്മുടെ മാമോദീസ എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ആദ്യമായിട്ട് പരിശുദ്ധ ത്രിത്വം മനുഷ്യന് പൂർണ്ണമായി വെളിപ്പെടുത്തിയത് ക്രിസ്തുവിൻ്റെ മാമോദീസയിലാണ്. അന്നുവരെ എല്ലാം അവ്യക്തമാണ്. യോർദാൻ നദിയിൽ ക്രിസ്തു മാമോദീസ സ്വീകരിച്ചപ്പോഴാണ് പരിശുദ്ധ ത്രിത്വം മനുഷ്യന് മുമ്പിൽ പൂർണ്ണമായി വെളിപ്പെടുന്നതും അനാവരണം ചെയ്യപ്പെടുന്നതും. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ കേൾക്കുന്നു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പിതാവിൻ്റെ ശബ്ദം. ആ സമയം പുത്രൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. പുത്രൻ്റെ മാമോദീസ. അരി നിമിഷം പരിശുദ്ധാത്മാവ് ചിറകടിച്ച് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്ന് വസിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആദ്യമായിട്ട് കാണുന്ന മാമോദീസയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവൻ്റെ ദൈവാനുഭവം, ത്രിത്വാനുഭവം ആരംഭിക്കുന്നത് മാമോദീസയിലാണ്. അതുകൊണ്ടാണ് ഉത്ഥാനത്തെ തലേ ദിവസം, മങ്ങിയ വിശ്വാസത്തിൻ്റെ ദിവസം തന്നെ ത്രിത്വൈക ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്ന മാമോദീസ സഭയിൽ നൽകുകയും അതിൻ്റെ വാഗ്ദാനം പുതുക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മളൊക്കെ സ്വീകരിച്ച മാമോദീസയെക്കുറിച്ച് നാം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്താണ് മാമോദീസ? മാമോദീസ ശൈലിലേഖനം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, ഇത് മൂന്നും ചേർത്ത് പറയുന്നത് പ്രാരംഭ കൂദാശകൾ എന്നാണ്. പ്രാരംഭ കൂദാശകൾ ഒരു വ്യക്തിയെ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലേക്ക് ബഡ് ചെയ്യപ്പെടുന്നത് മാമോദീസയിലാണ്. അതുവരെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ഒരു വ്യക്തിയെ ഒട്ടിക്കുന്നത്, ബഡ് ചെയ്ത് ചേർക്കപ്പെടുന്നത് വിശുദ്ധ മാമോദീസയിലാണ്. അതോടുകൂടി അവൻ സഭയുടെ അംഗമായി മാറുന്നു. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗമായിട്ടൊരു വ്യക്തി മാറുകയാണ്. ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് മാമോദീസ. പലപ്പോഴും ശിശു ജ്ഞാനസ്നാനം,
സഭകളിലുണ്ട്. ചിലരൊക്കെ അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നവരുണ്ട്. എന്തിനാണ് ശൈശവ മാമോദീസ? പ്രായപൂർത്തിയായിട്ട് ബോധത്തോടെ സ്വീകരിക്കേണ്ടതല്ലേ മാമോദീസ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും പറയുന്നവരുണ്ട്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും വചനവ്യാഖ്യാനങ്ങളുമുണ്ട്. ഇത് തർക്കത്തിൻ്റെ ഒന്നും ഒരു അവസ്ഥയായിട്ടല്ല എടുക്കുക. എന്തുകൊണ്ടാണ് മാമോദീസ എന്ന് ചോദിച്ചാൽ, സുബോധത്തോടെ സ്വീകരിക്കാൻ മാമോദീസയിൽ എന്താ ഇരിക്കുന്നത് എന്നൊരു മറുചോദ്യം. ഇത് ചെക്കയിൽ ഒപ്പിടുന്ന പോലെ ഒന്നല്ലല്ലോ, കാശ് എണ്ണി മേടിക്കുന്ന പോലെ ഒന്നല്ലല്ലോ. അത് ജനിക്കുമ്പോൾ സ്വീകരിച്ചാലും 30-ാം വയസ്സ് സ്വീകരിച്ചാലും മരിക്കാൻ നേരത്ത് സ്വീകരിച്ചാലും തമ്പുരാൻ്റെ സൗജന്യ ദാനമാണ്. മനുഷ്യന് ബോധത്തോടെ സ്വീകരിക്കാൻ ഒന്നുമില്ല. ദൈവത്തിൻ്റെ സൗജന്യ ദാനം ആത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുകയാണ്. അത് ഒരു കൊച്ചു കുഞ്ഞിൽ അപ്പനും അമ്മയ്ക്കും ഈശോമിശിഹായിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് ആ കുഞ്ഞിനെയും ആ വിശ്വാസത്തിലേക്ക് ചേർത്ത് വെക്കാം. ദൈവമാണ് ദൈവമാണ്, അല്ലാണ്ട് എൻ്റെ ബുദ്ധിയും സാമർഥ്യവും തിരിച്ചറിവും അതിനകത്തില്ല. വളർന്നു വരുമ്പോൾ ശൈശവകാലത്ത് സ്വീകരിച്ചതിനെ ഊന്നി പറയുക, പഠിക്കുക, സ്ഥിരീകരിക്കുക. എത്രയും നേരത്തെ തമ്പുരാൻ്റെ വരപ്രസാദത്തിലേക്ക് ഒരു വ്യക്തിയെ ചേർത്ത് വെക്കണം. അത് കുഞ്ഞുനാൾ മുതലേ വേണം. 20 വയസ്സ് വരെ വേണ്ടേ? അത് 30 വയസ്സ് വരെ വേണ്ടേ? അത് കുഞ്ഞുനാൾ ജനിക്കുന്ന ആ നിമിഷം മുതൽ തന്നെ ആകാം. വരപ്രസാദത്തിൻ്റെ യോർദാനിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് വെക്കാം. എന്തുകൊണ്ടാണ് ശിശു മാമോദീസ, ശൈശവ ജ്ഞാനസ്നാനം മറ്റും കൊടുക്കുക? ഒരു അമ്മ അപ്പനും ലോകത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തെ മാത്രമല്ല ജനിപ്പിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ 3 തലങ്ങൾക്കാണ് ജന്മം കൊടുക്കുക. 1 ശരീരം, 2 ബുദ്ധി, 3 ആത്മാവ്. ശരീരത്തിനും ബുദ്ധി, മനസ്സിനും ആത്മാവിനും ഭക്ഷണം കൊടുക്കണം. ശരീരമെന്നും ലോകത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കും. മനസ്സ്, ബുദ്ധി എന്നും അറിവിനോട് ഒട്ടിപ്പിടിച്ചിരിക്കും. ആത്മാവ് എന്നും ദൈവത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതിന് 3നും ഭക്ഷണം കൊടുക്കേണ്ടത് അപ്പൻ്റെയും അമ്മയുടെയും കടമയാണ്. ഏതെങ്കിലും അപ്പനും അമ്മയും പറയുമോ, എൻ്റെ കുഞ്ഞിന് പ്രായപൂർത്തിയായിട്ട് ഞാൻ തിന്നാൻ കൊടുക്കാം, കുടിക്കാൻ കൊടുക്കാം? എൻ്റെ കുഞ്ഞിന് ശരിക്കും അറിവായി കഴിയുമ്പം ഏത് ഭക്ഷണം വേണമെന്ന് ഞാൻ തീരുമാനിക്കും? ഇല്ല. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം വളരാൻ എന്തു ഭക്ഷണം കൊടുക്കണമെന്ന് അപ്പൻ തീരുമാനിക്കും, അമ്മ തീരുമാനിക്കും. അത് ഹോർലിക്സ് ആണോ, പാരക്സ് ആണോ, ബേബി ഫുഡാണോ, കഞ്ഞിവെള്ളമാണോ, കുറുമ്പിൽ കുറുക്കിയതാണോ, എന്തു കൊടുക്കണമെന്ന് അപ്പനും അമ്മയും തീരുമാനിക്കും. അങ്ങനെ കൊടുക്കുമ്പോഴേ കുഞ്ഞിൻ്റെ ശരീരം വളരും. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം അത് സ്വന്തമായിട്ട് കഴിച്ചോളും. അതതിൻ്റെ വഴി. ഇപ്പം ശരീരത്തിന് ഏത് ഭക്ഷണം കൊടുത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം വളരും, അതിനെ വളർത്താമെന്ന് അപ്പനും അമ്മയുമാണ് തീരുമാനമെടുക്കുക. 2, എൻ്റെ കുഞ്ഞിൻ്റെ ബൗദ്ധിക തലം വളരുവാൻ, ബുദ്ധി വളരുവാൻ എന്തു പഠിപ്പിക്കണം, ബുദ്ധിക്ക് എന്തു ഭക്ഷണം കൊടുക്കണമെന്ന് ആരാ തീരുമാനിക്കുക? ആരെങ്കിലും പറയുമോ? എൻ്റെ മോൾ 18 വയസ്സായ മോളും 21 വയസ്സായ മോനും നഴ്സറി സ്കൂളിൽ പോക്കോട്ടെ, അതിൽ എന്തേലും പഠിച്ചോട്ടെ. എൻ്റെ മോൻ വളർന്നു കഴിഞ്ഞ്, എൻ്റെ മോൾ വളർന്നു കഴിഞ്ഞ് ഇഷ്ടമുള്ളത് പഠിച്ചോട്ടെന്ന് ആരും പറയുകയില്ല. അപ്പനും അമ്മയും തീരുമാനിക്കും എവിടെ പഠിപ്പിക്കണം. സ്റ്റേറ്റ് സിലബസ് വേണോ, സെൻട്രൽ സിലബസ് വേണോ, മലയാളം മീഡിയം വേണോ, ഇംഗ്ലീഷ് മീഡിയം വേണോ? ആരാ തീരുമാനിക്കുക? അപ്പൻ, അമ്മ. അതിൻ്റെ പ്രായപൂർത്തിയാകുമ്പോൾ അതിനിഷ്ടമുള്ളത് പഠിച്ചോളും. അതതിൻ്റെ വഴി. ശൈശവദശയിൽ, കുട്ടിക്കാലത്ത്, ബാല്യകാലത്ത് എന്തു പഠിക്കണമെന്ന് അപ്പനും അമ്മയും തീരുമാനിക്കും. ഇപ്പം ശരീരത്തിന് ഏത് ഭക്ഷണം കൊടുക്കണമെന്ന് അപ്പനും അമ്മയും തീരുമാനിക്കും. ബുദ്ധിക്ക് എന്തു പഠിത്തം വേണമെന്ന് അപ്പനും അമ്മയും തീരുമാനിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിന് എന്തു ഭക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും അപ്പനും അമ്മയുമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. വളർന്നു വന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം ആത്മാവിന് സ്വീകരിച്ചോട്ടെ എന്നുള്ളതല്ല. എൻ്റെ കയ്യിലുള്ളപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം വളർത്തിയതുപോലെ, ബുദ്ധി വളർത്തിയതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവും വളരണം. അതിന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആത്മീയ ഭക്ഷണമാണ് മാമോദീസ. ഈ രീതിയിലാണ് ശിശു ജ്ഞാനസ്നാനത്തെയൊക്കെ മാമോദീസയുടെ വ്രതം നവീകരിക്കുന്ന ഈ ദുഃഖ ശനിയാഴ്ച നമ്മൾ കാണേണ്ടത്.
സഭ ആ ഒരു രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുന്നതും അതിനെ പഠിപ്പിക്കുന്നതും എല്ലാം. ദൈവത്തിൻ്റെ വരത്തിൻ്റെ യോർദാൻ നദിയിൽ നമ്മളൊക്കെ ആയിരിക്കുന്ന ഒരു കടലാസ് വെള്ളത്തിലൊഴുകുന്നത് പോലെ നമ്മളെയൊക്കെ ദൈവവരപ്രസാദത്തിൻ്റെ പൊഴിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് മാമോദീസ എന്ന കൂദാശയിലൂടെ. മാമോദീസയിലൂടെ ഒരു കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കുമ്പം ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് ദൈവത്തോടും സഭയോടും പൂർവികരോടുമുള്ള ഒരു നന്ദിയുടെ പ്രകാശനം കൂടിയാണ്. ദൈവത്തോടുള്ള നന്ദി, സഭയോടുള്ള ബന്ധം, പൂർവികന്മാരോടുള്ള നന്ദി, ഇതെല്ലാം മാമോദീസായിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുക. ദൈവമാണ് ജന്മം തന്നത്, ദൈവമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നത്. ആ ദൈവത്തോടുള്ള നന്ദിയായിട്ടാണ് ജനിച്ച കുഞ്ഞിനെ ദൈവത്തിൻ്റെ നടയിൽ തിരിച്ചു കൊടുക്കുകയാണ്. ദൈവമേ, നീയാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നത്, നിൻ്റെ ദാനമാണല്ലോ, അതുകൊണ്ട് നിൻ്റെ കയ്യിലേക്ക് തരുന്നു. അത് കുഞ്ഞിൻ്റെ 15-ാം വയസ്സിലല്ല കൊടുക്കേണ്ടത്, കൊച്ചിന് 30-ാം വയസ്സിലല്ല. കുഞ്ഞുണ്ടായി ഒട്ടും താമസിയാതെ തന്നെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു, നീ സ്വീകരിച്ചു കൊള്ളുക. മാമോദീസായിൽ ജനിപ്പിച്ച ദൈവത്തോടുള്ള നന്ദിയാണ് കാണിക്കുക. ഒപ്പം സഭയുടെ ഭാഗമാണ്. ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുന്നതോടുകൂടി ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ സഭയിലെ അംഗമായി തീരുകയാണ്. ഒറ്റപ്പെട്ട് നിൽക്കുകയല്ല. സഭാഗാത്രത്തോട് ഒരു വ്യക്തിയെ എത്രമാത്രം നേരത്തെ ചേർത്ത് വെക്കാവോ അത്രയും നേരത്തെ ചേർത്ത് വെച്ചുകൊണ്ട് സഭയുടെ വരപ്രസാദങ്ങളിലേക്ക്, ദൈവീക ദാനങ്ങളിലേക്ക് ഒരു കുഞ്ഞിനെ ചേർത്ത് വെക്കുന്നു, ഒരു വ്യക്തിയെ ചേർത്ത് വെക്കുന്നു വിശുദ്ധ മാമോദീസായിലൂടെ. ദൈവത്തോടുള്ള നന്ദിയാണ്, ഒപ്പം സഭയോടുള്ള ചേർച്ചയാണ്. അതോടൊപ്പം തന്നെ പൂർവികരോടുള്ള നമ്മുടെ ബന്ധവും കൂടിയാണ് കാണിക്കുക. നമ്മളാരും ആകാശത്തു നിന്നും പൊഴിഞ്ഞു വീണതോ ഭൂമിയിൽ നിന്ന് വെറുതെ മുളച്ചു പൊട്ടിയതോ അല്ലല്ലോ. ഏതെങ്കിലും അമ്മയിലൂടെ ജനിച്ചതാണ്, ഏതെങ്കിലും അപ്പനിലൂടെ ഈ ഭൂമിയിൽ പിറവിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചതാണ്. അതുകൊണ്ട് അപ്പനോടും അമ്മയോടുള്ള നന്ദി, വല്യപ്പനോടും വല്യമ്മയോടും ഒക്കെയുള്ള നന്ദി. അതുകൊണ്ടാണ് മക്കൾക്കിടുന്ന പേര്. വിശുദ്ധൻ്റെ പേരുണ്ട്, അതൊരു വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ പേര്. മോനാണെങ്കിൽ ആദ്യത്തെ കുഞ്ഞിനാണെങ്കിൽ അപ്പൻ്റെ പേര്, പെൺകുട്ടിയാണ് വല്യമ്മയുടെ പേര്. ഈ പേരൊക്കെ ഇടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഒരു കണ്ണിയാണ്, തൊടലിൻ്റെ കണ്ണികൾ പോലെയാണ്. ഒരു കണ്ണി മറ്റൊരു കണ്ണിയോട് ചേർന്നാണ് നിൽക്കുക, ഒരു കൊളുത്ത് മറ്റൊരു കൊളുത്തിനോട് ചേർന്നാണ് നിൽക്കുക. ആ ചേർച്ചയാണ് നമ്മൾ കാണിക്കുക. വല്യപ്പൻ്റെയും വല്യമ്മയുടെയും അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെ ഒക്കെ പേര് കൊച്ചുമക്കൾക്ക് ഇട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നു, ഞങ്ങൾ അവരുടെ ഭാഗമാണ്. അവർ മരിച്ചു പോയവരാണെങ്കിലും മരിച്ചു പോയവരുടെ ഭാഗമാണ് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ. അത് ഈ പേരിട്ടുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇടുന്ന പേരുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടുന്ന പേരുകളും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിശുദ്ധരുടെയൊക്കെ പേര് നമ്മളിടും. ആൻ്റണി, തോമസ്, സെബാസ്റ്റ്യൻ, ഏലിയാമ്മ, മേരിക്കുട്ടി, ബ്രിജിത്ത്, മാർഗരറ്റ്, വിശുദ്ധരുടെ പേര് എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായുടെ സുവിശേഷം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരുടെ പേര് മക്കൾക്ക് ഇടുന്നു. ആ പേര് ഈ വിശുദ്ധരുടെ പേര് തന്നെയാകാം എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ പേരുകൾ. അപ്പോൾ ആ പേരിട്ടുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു ഒറ്റപ്പെട്ടയാളല്ല. ഇന്ന് ഈ പേരും മറ്റുമൊക്കെ ആൾക്കാർ കളിതമാശ ഇട്ട് പോകുന്നതാണ്. മാമോദീസായിൽ അർത്ഥമുള്ള പേരിട്ട് ആ അർത്ഥമുള്ള പേര് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ചുമ്മാ വെറുതെ എന്ന് പേരിടുന്നവരുണ്ട്. മഴക്കാലത്തുണ്ടായാൽ വർഷാമോൾ, ആകാശം മൂടിക്കിടക്കുമ്പോൾ ഉണ്ടായത് മേഘ, വെളിച്ചമുള്ളപ്പോണ്ടായത് രശ്മി. നമുക്ക് ഒരു ബന്ധമില്ലാത്ത പേരിലിട്ടിട്ട് പോകും. ആൺപിള്ളേർ, 3 ആൺപിള്ളേർ, ഒന്നാമത്തവൻ അനീഷ്, രണ്ടാമത്തവൻ സുനീഷ്, മൂന്നാമത്തവൻ ഫിനീഷ്. തീർന്നു. എന്തെല്ലാം പേരുകളാണ് ഇടുക. ഇവിടെയാണ് വിശുദ്ധരുടെ പേര്, പൂർവികരുടെ പേര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം നമ്മൾ ഒരു വലിയ ബന്ധം കൂടെ സൂചിപ്പിക്കുക. ഒപ്പം മാമോദീസ ഒരു വലിയ കാര്യം കൂടി നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നൊരു പാഠം ഒരു 2ാം ജന്മമാണ് മാമോദീസായി. അതുകൊണ്ടാണ് ഏക മാമോദീസ, ഏക ജ്ഞാനസ്നാനം,
പല മാമോദീസകളില്ല, ഒരു മാമോദീസയേ ഉള്ളൂ. അല്ലാണ്ട് വീണ്ടും സ്നാനമെന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ. ഒറ്റ മാമോദീസ, ആ ഒരു മാമോദീസ കർത്താവ് മുങ്ങി, ആ ഒരു മാമോദീസയെ നമുക്കൊക്കെ ഉള്ളൂ. അല്ലാണ്ട് മാറ്റി ഓരോരോ സഭകളിൽ ചേർക്കുമ്പോഴുള്ള പ്രത്യേക മാമോദീസകൾ അതൊക്കെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. ഏതെല്ലാം രീതിയിൽ കിടത്തി കുളിപ്പിക്കണം, നിർത്തി കുളിപ്പിക്കണം, കമത്തി കുളിപ്പിക്കണം എങ്കിലേ പൂർണ്ണമാവൂ. അതൊന്നും ശരിയല്ലല്ലോ. ഒരിക്കലും മാമോദീസ എവിടെ സ്വീകരിച്ചോ അത് പൂർണ്ണമാണ്. അല്ലാണ്ട് വേദനയും വ്യക്തി കൊടുക്കുന്ന മറ്റൊരു മാമോദീസയ്ക്ക് ഒരു പ്രസക്തിയും വേദപുസ്തക വ്യാഖ്യാനത്തിലോ വേദപുസ്തക വെളിച്ചത്തിലോ ഇല്ല. ഇപ്പോൾ ഒരു മാമോദീസ, ആ ഒരു മാമോദീസ ഒരു കുഞ്ഞിൻ്റെ രണ്ടാം ജന്മമാണ്. ഒരു വ്യക്തിയുടെ രണ്ട് ജന്മങ്ങൾ. പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ എഫ്രേം പറയുന്നുണ്ട്, മനുഷ്യന് പല പല ജന്മങ്ങൾ, 5 ജന്മങ്ങളിലൂടെ ഒരു മനുഷ്യന് കടന്നു പോകണമെന്നാണ് പറയുക. 1, ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു വ്യക്തി ജന്മമെടുക്കുന്നു. 2, ആ വ്യക്തി ഒരു അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നു. 3, ആ വ്യക്തി ലോകത്തിൻ്റെ മടിത്തട്ടിൽ ജന്മമെടുക്കുന്നു. 4, അതേ വ്യക്തി സഭയുടെ മാമോദീസ തൊട്ടിയിൽ മാമോദീസയിലൂടെ വീണ്ടും ജനിക്കുന്നു. 5, മരണത്തിലൂടെ ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ജനിക്കുന്നു. ഒരു വ്യക്തിയുടെ 5 ജന്മങ്ങൾ. ദൈവത്തിൻ്റെ മനസ്സിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ, ലോകത്തിൻ്റെ മടിത്തട്ടിൽ, പള്ളിയുടെ മാമോദീസ തൊട്ടിയിൽ, അവസാനം മരണം മൂലം സ്വർഗത്തിലേക്കുള്ള ജന്മം. ഈ 5 ജന്മങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ജന്മമാണ് മാമോദീസായിലെ ജന്മം. കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തിലൊക്കെ വന്ന ചില ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിനല്ല ആഘോഷം കൊടുക്കുക, മാമോദീസ ദിനത്തിനാണ്. 2 ജന്മദിനങ്ങൾ ആ മാതാപിതാക്കൾ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 1, അമ്മയിൽ നിന്നും ലോകത്തിലേക്ക് ജനിച്ച 1-ാം ജന്മദിനം. 2, മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലേക്കും സഭയിലേക്കും ജന്മമെടുത്ത 2-ാം ജന്മദിനം. എന്നിട്ട് പറയുകയാണ് കുഞ്ഞുങ്ങളോട്, ദേ, ഭൂമിയിൽ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും നിങ്ങൾ ജനിച്ചെങ്കിൽ സ്വർഗത്തിൽ നിങ്ങളുടെ പേരിൻ്റെ കാരണഭൂതനായ ഒരു വിശുദ്ധനുണ്ട്, ഒരു വിശുദ്ധയുണ്ട്. ആളുടെ ജീവിത മാതൃക നിങ്ങൾ കാക്കണം കേട്ടോ, അത് പരിപാലിക്കണം കേട്ടോ. ഏത് വിശുദ്ധൻ്റെ പേരാണോ ഇട്ടിരിക്കുന്നത്, ഏത് വിശുദ്ധിയുടെ പേരാണോ ഇട്ടിരിക്കുന്നത്, അവർ ജീവിച്ച ഒരു ജീവിതത്തിന് വിശുദ്ധ വഴിയുണ്ട്. അപ്പം ആ വഴികളും അവർ ജീവിച്ച ജീവിതവും നിങ്ങളും തുടരണം കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അഴുകിപ്പോകുന്ന നശ്വരമായ ശരീരത്തെയാണ് അമ്മ ലോകത്തിലേക്ക് പ്രസവിച്ചത്. പക്ഷേ മാമോദീസായിലൂടെ അനശ്വരമായ ദൈവത്തിലേക്കുള്ള ഒരു ജനനമാണ് നിങ്ങൾ നടത്തുക. അഴുകിപ്പോകുന്ന ലോകത്തിനപ്പുറത്ത് അഴുകാത്ത ഒരു ലോകത്തിലേക്ക് നിങ്ങളെ മാമോദീസായിലൂടെ ഞങ്ങൾ ജനിപ്പിക്കുന്നു, കർത്താവ് സ്വീകരിക്കുന്നു. ഈ ഒരു ചിന്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു, മാമോദീസ ദിവസത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചുകൊണ്ട്. ഇന്ന് ദുഃഖശനിയാഴ്ച, ഇരുൾ മങ്ങിയ ഒരു വിശ്വാസത്തിൻ്റെ ഈ ദിവസത്തിൽ നമുക്കും നമ്മുടെ ജീവിതത്തെ ഒരു ധ്യാന വിഷയമാക്കാം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് വേണ്ടി സഭ അത് ആഘോഷിക്കാൻ കാത്തിരിക്കുമ്പോൾ ഏറ്റവും മങ്ങിയ വിശ്വാസത്തിൻ്റെ ദിവസം, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി എന്തെന്ന് ഉറപ്പുമല്ലാതിരുന്ന ഒരു ദുഃഖശനിയാഴ്ച 2017 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലുണ്ടായിരുന്നു. ആ ദിവസം ഏറ്റവും വിലയുള്ള ദിവസമാണ്, അത് ബലമുള്ള ദിവസമാണ്, അത് വിലപ്പെട്ട ദിവസവുമാണ്. 3-ാം ദിവസത്തെ അവൻ്റെ ഉത്ഥാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദുഃഖശനി, കാത്തിരിപ്പിൻ്റെ ഒരു ദിവസം. കാത്തിരിപ്പിൻ്റെ ഈ ദിവസം നമുക്കും നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്താം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്വീകരിച്ച വിശുദ്ധ മാമോദീസ, എനിക്കൊരു മാമോദീസ ഇനിയും മുങ്ങാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിനോട് ചേർന്ന് അവൻ്റെ സഭയിൽ നമ്മൾ സ്വീകരിച്ച മാമോദീസ, അതിൻ്റെ പരിപൂർണ്ണ അർത്ഥത്തിലും വിശുദ്ധിയിലും നമുക്ക് ജീവിക്കാം. മാമോദീസയുടെ അന്ന് നമ്മൾ സ്വീകരിച്ച വെള്ളവസ്ത്രം, ലോകജീവിതത്തിൻ്റെ പാപത്തിൻ്റെ കുത്തുകളും പൊട്ടുകളും ആ വെള്ളവസ്ത്രത്തിൽ വീണുപോയെങ്കിൽ അതെല്ലാം കഴുകി തുടച്ച് ജ്ഞാനസ്നാന വ്രത നവീകരണം നടത്തിക്കൊണ്ട് ഒന്നുകൂടി
ഒരു പുതുജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. അന്ന് യോർദാനിൽ മാമോദിസ സ്വീകരിച്ച ഈശോ ദുഃഖശനിയാഴ്ച മാമോദിസയുടെ വ്രതവാഗ്ദാനം നവീകരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ത്രിത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കും കടന്നു വരാം. ദൈവത്തിൻ്റെ ശബ്ദം നിരന്തരം കേൾക്കാം. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ചിറകടി നാഥങ്ങൾ ജീവിതത്തിൽ ഓരോ നിമിഷവും തിരിച്ചറിയുവാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ. ആ കൃപയെ ജീവിക്കുവാൻ ഈ ദുഃഖശനിയാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, നിൻ്റെ പുനരുത്ഥാനം ആഘോഷിക്കുവാൻ നിൻ്റെ ഉയർപ്പ് തിരുനാളിനു വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വിശ്വാസം മങ്ങുന്ന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തെ മുറിപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം മങ്ങാതെ മായാതെ നിരന്തരം അവിടുന്ന് ജ്വലിപ്പിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ പൂരിതരാക്കണമേ. ദൈവാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.